ബീമിസ് ആണ്. മക്കളെ നമ്മൾ LSS എക്സാം അടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് LSS സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് സീഡ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന യൂണിറ്റിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് കേട്ടോ. സോ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്. അതായത് ബ്രാക്കറ്റിൽ നിന്നുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാനാണ്. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഡാഷ്. വിദ്യാധര ഏത് രാജ്യത്തെ രാജാവായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ റഷ്യ ഉണ്ട്, ഗാന്ധാര ഉണ്ട്, മധുര ഉണ്ട്, ഇന്ത്യ ഉണ്ട്. നമുക്കറിയാം വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര അല്ലെ. ഗാന്ധാര രാജ്യത്തെ രാജാവായിരുന്നു ആര്? വിദ്യാധര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. കിങ് വിദ്യാധര വാസ് ഫോണ്ട് ഓഫ് ഡാഷ്. കിങ് വിദ്യാധരയ്ക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ കുക്കിംഗ് ഉണ്ട്, ഫൈറ്റിംഗ് ഉണ്ട്, ഗാർഡനിങ് ഉണ്ട്, സിംഗിങ് ഉണ്ട്. എന്താണ്? കിങ് വിദ്യാധര വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ് അല്ലെ. കിങ് വിദ്യാധര വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ് എന്നുള്ളതാണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ അത് നമ്മൾ ആൻസർ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. King Vidyadhara ordered his minister to dash a proclamation. King Vidyadhara ordered his minister to dash a proclamation. To give ആണോ, to take ആണോ, do ആണോ, read ആണോ? എന്താണ്? King Vidyadhara ordered his minister to give a proclamation അല്ലെ. ഒരു വിളംബരം നടത്താൻ വേണ്ടിയിട്ട് കിങ് വിദ്യാധര എന്ത് ചെയ്തു? മിനിസ്റ്ററിനോട് ഓർഡർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേടാ. പിങ്കല took great dash of the seed. പിങ്കല took great dash of the seed. ഡാഷ് ഓഫ് ദ സീഡ്. ഓപ്ഷൻസിൽ സൗഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, പോട്ട് ഉണ്ട്, കെയർ ഉണ്ട്. അപ്പൊ നമുക്കറിയാം പിങ്കള എന്താണ്? പിങ്കള ആ ഒരു സീഡിന് നല്ല പരിചരണം കൊടുത്തു. അത് നമ്മൾ എങ്ങനെയാ പറയാ? പിങ്കള took great care of the seed. പിങ്കള took great care of the seed. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് LSS എക്സാമിന് ഉണ്ടാവുക. സോ ഇതുപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ മാക്സിമം സ്പീഡിൽ എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് വാസ് എ poor farmer's son. ഡാഷ് വാസ് എ poor farmer's son. ഒരു പാവപ്പെട്ട ഫാർമറിന്റെ മകനായിരുന്നു ആര്? ഓപ്ഷൻസിൽ കിങ് ഉണ്ട്, അന്നയുണ്ട്, പിങ്കളയുണ്ട്, ഇവാൻ ഉണ്ട്. നമുക്കറിയാം ആരാണ്? പിങ്കളയാണ് അല്ലെ. പിങ്കള വാസ് എ poor farmer's son. ഒരു പാവപ്പെട്ട കർഷകന്റെ മകനായിരുന്നു ആര്? നമ്മുടെ പിങ്കളക്കുട്ടൻ. അടുത്തത് നോക്കാം. മേക്ക് എ മീനിങ്ഫുൾ വേർഡ് ഫ്രം ദ ഗിവൻ ലെറ്റേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. അതായത് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ തന്നെയാണ്. ഇവിടെ വേർഡ്സിന്റെ ഓർഡർ അല്ലാന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് തെറ്റിച്ചിട്ട് എന്തോ ഒരു വേർഡ് ഉണ്ട്, ആ വേർഡ് കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കിങ് വിദ്യാധര ഡാഷ് ഓഫ് ആൻ ഐഡിയ. കിങ് വിദ്യാധര ഡാഷ് ഓഫ് ആൻ ഐഡിയ. അപ്പൊ ഇവിടെ എന്തോ ഒരു വേർഡ് ഉണ്ട്. എന്താണത്? കിങ് വിദ്യാധര തോട്ട് ഓഫ് ആൻ ഐഡിയ ആണ് അല്ലെ. അപ്പൊ THOUGHT തോട്ട് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കിങ് വിദ്യാധര തോട്ട് ഓഫ് ആൻ ഐഡിയ. അടുത്ത് നോക്കിക്കേടാ. കിങ് വിദ്യാധര വാസ് ഫോണ്ട് ഓഫ് ഡാഷ്. കിങ് വിദ്യാധര വാസ് ഫോണ്ട് ഓഫ് ഡാഷ്. ഇവിടെ എന്തോ ഒരു വേർഡ് ഉണ്ട്. എന്താണ് ഈ വേർഡ്? സ്നൂട്ടികളാലേച്ചി? യെസ്, ഗാർഡനിങ് ആണ് അല്ലെ. സോ കിങ് വിദ്യാധര വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ട ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിങ്കള took dash care of the seed. പിങ്കള took dash care of the seed. അപ്പൊ ഇവിടെയും എന്തോ ഒരു വാക്കുണ്ട്. എന്താണത്? GREAT great അല്ലെ. പിങ്കള took great care of the seed എന്നുള്ളതാണ് ഇവിടെ വരേണ്ടത്. അടുത്ത് നോക്കാം. പിങ്കളാസ് father has a dash his son working hard. പിങ്കളാസ് father has dash his son working hard. എങ്ങനെയാണ് ആൻസർ എഴുതുക? യെസ്, പിങ്കളാസ് father has observed അല്ലെ. മകൻ കഷ്ടപ്പെട്ട് ആ ചെടി വളർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് പിങ്കളയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒബ്സർവ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത നോക്കിക്കേടാ. കിങ് വിദ്യാധര ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗിവ് എ ഡാഷ്. കിങ് വിദ്യാധര ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗിവ് എ ഡാഷ്. എന്താണ്? ഇവിടെ ഒരു വാക്കുണ്ട് അല്ലെ. എന്താ അത്? പ്രൊക്ലമേഷൻ, വിളംബരം എന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? കിങ് വിദ്യാധര ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗിവ് എ പ്രൊക്ലമേഷൻ. സോ നമ്മൾ എന്ത് ചെയ്തു? കുറേ അധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഇതേപോലെ ഈ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് LSS എക്സാമിന് ചോദിക്കുക. സോ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.